ഇന്ന് ബീഫും കായും കൂടി ഒരു കറി വയ്ക്കാം. അപ്പോൾ 1 കിലോ ബീഫുണ്ട്. അപ്പോൾ എനിക്കൊരു 4 നേന്ത്രക്കായ അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ബീഫിൻ്റെ കൂടെ കായിട്ട് വയ്ക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. ആ ബീഫിൻ്റെ ആ നെയ്യിൽ ഇതൊക്കെ പിടിച്ച് കായ്ക്കൊക്കെ നല്ല ടേസ്റ്റാവും. അപ്പോൾ നമ്മൾ ബീഫും കായും ഒരുമിച്ചിട്ടു. ഇനി അതിലേക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 10-40 ചുവന്നുള്ളി, ചെറിയ അത്ര ഭയങ്കര വലിപ്പമുള്ളതല്ല, ഒരു മീഡിയം ടൈപ്പിലുള്ളത് ഒരു 10-40 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, 2 കഷ്ണമാക്കിയിട്ട്. പിന്നെ പച്ചമുളക് ഒരു 4 പച്ചമുളക് ഇടുന്നുണ്ട്, നടുവേ കീറിയത്. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ, നല്ല ചൊടിയുള്ള. ഇതൊരു ചെറിയ കുടം വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു സബോള, ഒരു തക്കാളി, കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില നന്നായി ഇട്ട് കൊടുക്കണം. നാടൻ കറികൾ. പിന്നെ ഇഞ്ചി ഇട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയൊക്കെ ഇത്തിരി അധികം ഇടണം. നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഇടണം, നല്ല ടേസ്റ്റാണ് കറിക്ക്. ഇത് ചേരുവകളൊക്കെ നന്നായി ചേരുമ്പോഴാണ് കറി എപ്പോഴും നന്നാവും. ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വെളിച്ചെണ്ണ നമ്മൾ വീട്ടിലാട്ടുന്നതാണ്. അതും കൂടി ഒഴിച്ചിട്ട് കുറച്ച് പുതിന മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായി തിരുമ്പി യോജിപ്പിക്കുക. അതിന് ശേഷം കുക്കർ അടച്ച് നമ്മൾ വേവിച്ച് ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു സ്പൂണ് കുരുമുളക് പൊടി, ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് ഗരം മസാല. അത് ഞാനിവിടെ പൊടിച്ച മസാല കേട്ടോ. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ല രീതിയിൽ അവിടെ തിരുമ്പി യോജിപ്പിക്കാതെ. അങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്നതിനൊക്കെ കറിയുടെ ടേസ്റ്റിൽ അപ്പോൾ നല്ല വ്യത്യാസം വരും. നമ്മൾ അതൊക്കെ നിസ്സാരമായിട്ട് കാണണ്ട. നന്നായി തിരുമ്പി യോജിപ്പിച്ചതിന് ശേഷം മൂടിയിട്ട് അവിടെ കുക്കർ അടച്ച് വെച്ച് 5-6 വിസിൽ കൊടുത്താൽ മതി. അതിപ്പോൾ ഓരോ കുക്കറിൻ്റെ ഇതിനനുസരിച്ച് ഇരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ വേവുന്നു, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു സബോള കേട്ടോ. ഇതിൽ ഞാൻ കുറേ ഉള്ളിയാണ് ചേർത്തണത് കേട്ടോ. 10-40 ചുവന്നുള്ളി ചേർത്തിട്ടുണ്ട്. ഇതൊരു സബോളയുള്ള അത്യാവശ്യം വലിപ്പമുള്ള സബോളയാണ്. അത് പകുതി വഴന്ന് വരട്ടെ, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫും അതുപോലെ നേന്ത്രക്കായ എല്ലാവരും വെക്കുന്നത് തന്നെയാണ് കേട്ടോ. എന്നാലും അതൊരു സ്പെഷ്യൽ കറി തന്നെയല്ലേ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കറി. അപ്പോൾ സബോള പകുതിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ചെറിയ കുടം വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചെറുത്, അതുപോലെ വേപ്പില, അത് നന്നായി അതിൻ്റെ പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അതുപോലെ ആ വേപ്പിലയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നോട്ടെ. അപ്പോൾ ഒന്ന് നന്നായി ആയി വരട്ടെ. അപ്പോൾ സബോള പകുതിയായിട്ടുള്ള, അപ്പോൾ അതൊന്നും കൂടി ഒന്ന് നന്നായി മൂത്ത് വരട്ടെ. ബീഫും കായും ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു സ്പെഷ്യലാണ്. എല്ലാവരും വയ്ക്കുന്നൊന്നും, എന്നാലും പെരുന്നാളുകളുടെയൊക്കെ തലേദിവസം ബീഫും കായും പണ്ട് കാലത്ത് എപ്പോഴും വയ്ക്കുമായിരുന്നു. അപ്പോൾ അത് ഗരം മസാല ഞാൻ 1 സ്പൂണും കൂടി ഇടുന്നുണ്ട്. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി. അപ്പം നേരത്തെ ഇട്ട് ഞാൻ ടേബിൾ സ്പൂണാണ് കേട്ടോ, കണക്കുകൾക്ക് വ്യത്യാസമുണ്ട്. ഇത് സ്പൂണാണ്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി നേരത്തെ ഇട്ടുണ്ടായിരുന്നു, ഇനി ഒരു തക്കാളി ഇപ്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വഴറ്റിയെടുക്കുക. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. നല്ല ചൊടിയുള്ള
ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്കിപ്പോൾ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ നൂൽപുട്ട് എല്ലാത്തിൻ്റെ കൂടെ ഇതാ കറി റെഡി ആയിട്ട് ഇവിടെ വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ബീഫൊക്കെ നന്നായി വേവണം, എന്നാലാണ് കറിക്ക് രസം ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ട് ഉപ്പൊക്കെ പാകമാണ് കേട്ടോ. ഞാൻ നോക്കി. ഇനി നമുക്കത് ആ കൂട്ടിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയി വന്നു. അത് നമ്മൾ പണ്ട് കാലത്ത് പെരുന്നാൾക്കും അതുപോലെ ഏത് വിശേഷണയും തലേദിവസം ഇങ്ങനെ ഒരു കറി ഉണ്ടാവും, ബീഫും കായും കറി, അല്ലെങ്കിൽ ബീഫും കൂർക്കയാണ് പിന്നെ ഒരു ഓപ്ഷൻ. ഇത് രണ്ടുമാണ് നമ്മൾ കറി വയ്ക്കുക. ഇന്നിപ്പോൾ എല്ലാവരും കായൊന്നും ചേർക്കില്ല, ബീഫ് തന്നെയാണ്. പക്ഷേ ഈ കായ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടാണ്. നേന്ത്രക്കായ എനിക്ക് ബീഫിനേക്കാളും കൂടുതൽ കഴിക്കാനും ഇഷ്ടം നേന്ത്രക്കായാണ്, ബീഫിലിട്ട നേന്ത്രക്കായ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെങ്ങനെ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറച്ച് മല്ലിയിലും പുതിന ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഉള്ള കാരണം ഇട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ബീഫും കായും കൂടി വരട്ടിയത്. താങ്ക് യു, ബൈ.